ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഒരു 32 ഇഞ്ചിൻ്റെ LED TV ആണ്. ഇതിൻ്റെ പിക്ചർ വരുന്നില്ല, സൗണ്ടൊക്കെ വരുന്നുണ്ട്, പിക്ചർ വരുന്നില്ല. താഴെ അങ്ങനെ സ്റ്റാൻഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ കാണിച്ചു പോകുന്ന LED പോയതുപോലത്തെ സിംറ്റം തന്നെ കാണിക്കണം. അതായത് ഇങ്ങനെ ഫ്ലാഷ് അടിച്ച് നോക്കുമ്പോൾ സ്ക്രീനകത്ത് ലെറ്റേഴ്സും അതുപോലെ അതിൻ്റെ പിക്ചറൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം. ഇങ്ങനെയാണ് ചെക്ക് ചെയ്യാറ്, LED ആണോ അല്ലെങ്കിൽ അതുതന്നെയാണോ നമുക്ക് ഒരു പരിധി വരെയൊക്കെ ചെക്ക് ചെയ്ത് കൺഫേം ആക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മളിതൊന്ന് അഴിച്ച് നോക്കുകയാണ്. സാധാരണ LED TV അഴിക്കുന്ന പോലെ തന്നെ ബാക്കിൽ സ്ക്രൂ റിമൂവ് ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ അഴിക്കുന്നത്. ഈ ഒരു TV ഏകദേശം 8 വർഷത്തോളം പഴക്കമുണ്ട്. അതായത് നല്ലൊരു മോഡലാണ് സാംസങ്ങിൻ്റെ. വളരെ മിനിമലായിട്ട് കംപ്ലയിൻസ് ഒക്കെ വരുന്നൊരു മോഡലാണ്. ഇതിന് മുമ്പ് ഇത് ഒരു കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. അതായത് ഓൺ ആവാതിരിക്കുക അങ്ങനെ ഒരു ഇഷ്യൂ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആരാ ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് പിക്ചർ വരാത്ത കംപ്ലയിൻ്റ് ആയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് അഴിച്ച് നോക്കുന്നുണ്ട്. സാംസങ്ങിൻ്റെ ഇപ്പോൾ വരുന്ന 32 ഇഞ്ചിൻ്റെ ഒക്കെ വരുന്ന സിംഗിൾ കോഫ് പാനലൊക്കെ കുറച്ചധികം കംപ്ലയിൻസും ഉള്ള മോഡലാണ്. അതായത് ഡിസ്പ്ലേക്ക് ബാക്കിയുള്ള ബോർഡ് കാര്യങ്ങൾക്കൊന്നും അങ്ങനെ കംപ്ലയിൻറ്റ് വരാറില്ല. പക്ഷേ ഈ ഒരു മോഡൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള TV തന്നെ പറയാം. നമ്മളിവിടെ അതിൻ്റെ ബാക്ക് കവർ അഴിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് പവർ സപ്ലൈയുടെ ഒരു കണ്ടീഷനാണ്. നിങ്ങൾക്ക് തന്നെ ചെറിയ രീതിയിൽ കൊറോഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മുമ്പ് സർവീസ് ചെയ്തിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കിയിരിക്കുന്നത് പവർ സപ്ലൈ ആ ബോർഡിനകത്ത് തന്നെ പവർ സപ്ലൈ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പവർ സപ്ലൈ. നമ്മുടെ LED സപ്ലൈ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ജമ്പർ ഫുള്ളായിട്ട് ഇങ്ങനെ ബേണായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്ക്രൂ റിമൂവ് ചെയ്തിട്ട് ആ പവർ സപ്ലൈ ബോർഡ് ഒന്ന് പുറത്തെടുക്കാൻ പോകണം. അതായത് അതിൻ്റെ താഴ്വശം ചെക്ക് ചെയ്യാൻ പോകണം. സാംസങ്ങിൻ്റെ ഇത്രയും പഴക്കമായ ടിവികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കംപ്ലയിൻ്റാണ് ഇത്തരത്തിൽ പ്രിൻ്റ് കട്ടായി പോവുക, അതുപോലെ കൊറോഷൻ വരിക, ഇങ്ങനെ ബേഡായി പോവുക. അതൊരു എത്ര നാൾ വർക്ക് ചെയ്തുകൊണ്ട് ടെമ്പറേച്ചർ കാരണം കൊണ്ട് വരുന്നൊരു കംപ്ലയിൻ്റാണ്. അപ്പോൾ LGക്കൊക്കെ ചിലതിൽ വരാറുണ്ട്. പക്ഷേ ഭൂരിഭാഗം വരാറുള്ളത് ഈ ഒരു കംപ്ലയിൻറ്റ് സാംസങ് മോഡൽസിനാണ് വരാറുള്ളത്. പക്ഷേ എങ്കിലും നമുക്കൊരു പരിധി വരെയൊക്കെ ഇത് റിപ്പയർ ചെയ്ത് ശരിയാക്കി വീണ്ടും ഉപയോഗിക്കാൻ പറ്റാറുണ്ട്. ഈ ഒരു കംപ്ലയിൻറ്റ് വരാനുള്ള റീസൺ ആ ഒരു ജമ്പർ വരെ പോയതുകൊണ്ടായിരിക്കും, അത് ബേണായി പോയതുകൊണ്ടായിരിക്കും. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ബോർഡിൻ്റെ താഴ്വശം പ്രിൻ്റ് കത്തിപ്പോയിട്ടുണ്ട്. അതായത് ആ ഒരു പോയിൻ്റ് മൊത്തം കത്തിപ്പോയിട്ട് കണക്ഷൻ കിട്ടാത്ത രീതിയിൽ വരുമ്പോഴാണ് ഈ LED വർക്ക് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ അത് തന്നെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ ആദ്യം ചെയ്യുന്നത് ആ ഒരു ജമ്പർ വയർ ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ആ കപ്പാസിറ്റർ 250 വോൾട്ടാണ്. LED ബാക്ക്ലൈറ്റിക്കുള്ള സപ്ലൈ കൊടുക്കുന്ന കപ്പാസിറ്ററാണ്. അപ്പോൾ അതിൻ്റെ ആ ജമ്പിങ് വയറാണ് ബേണായി പോയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ആ പിന്നെ താഴെ ബോട്ടം സൈഡിൽ കണ്ടുപിടിച്ചിട്ട് ഒരു സാധാരണ നോർമൽ വയർ എടുത്ത് ജമ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഈ കംപ്ലയിൻറ്റ് ഓക്കെ നമ്മൾ വിചാരിക്കണം. അപ്പോൾ ആദ്യം പ്രൈമറി നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ബോർഡുകൾ സർവീസ് ചെയ്യുന്ന സമയത്ത് ഊരിയെടുക്കുമ്പോൾ അതിലുള്ള കപ്പാസിറ്ററിൻ്റെ ചാർജ് ഡിസ്ചാർജ് ചെയ്തില്ലെങ്കിൽ ഷോക്ക് അടിക്കാനൊക്കെ സാധ്യതയുണ്ട്. നല്ല രീതിയിൽ മെയിൻ ഫിൽറ്ററിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ഷോക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഡിസ്കണക്ട് ചെയ്യുക. അല്ലാതെ ഒരു ബേസിക് നോളജ് വെച്ചിട്ട് ഒരിക്കലും ഈ ഒരു ബോർഡ് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കരുത്. വളരെ ഡേഞ്ചറാണ്. പ്രത്യേകിച്ച് കുട്ടികളാരും ശ്രമിച്ചു നോക്കരുത്. നമ്മുടെ പണ്ടത്തെ CRT TVയിൽ ഉണ്ടായിരുന്ന അത്ര വോൾട്ടേജ് ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം നമ്മുടെ കൈയൊക്കെ പൊള്ളുന്ന രീതിയിലുള്ള ചാർജ് ഈ മെയിൻ ഫിൽറ്ററിൽ ഉണ്ടാകും. അപ്പോൾ എന്ത് വർക്ക് ചെയ്യുമ്പോഴും നമ്മളുള്ള ചാർജുകൾ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് എന്തെങ്കിലും വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് പൊതുവേ പവർ സപ്ലൈ റിപ്പയർ ചെയ്യുന്ന എല്ലാ പവർ സപ്ലൈ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ആദ്യം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആരും ഇതുപോലെ റിപ്പയർ ചെയ്തിട്ട് ഷോക്ക് അടിച്ചെന്ന് അങ്ങനെ ആ രീതിയിൽ ആവരുത്. അതുകൊണ്ടാണ് മുൻകൂട്ടി പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ പോയിൻ്റ് കത്തിപ്പോയിരിക്കുന്ന പോയിൻ്റ് എല്ലാം സോൾവ് ചെയ്ത് കൊടുക്കുക. തൊട്ടപ്പുറത്ത് അതിൻ്റെ ട്രാക്കിൽ ചെറുതായിട്ട് ലെഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് തൊട്ടപ്പുറത്തെ സൈഡിലും ഈ പറഞ്ഞ പോലെ ജമ്പർ വരുന്ന പിന്നിലും ഇതേപോലെ ലെഡ് കുറച്ചുകൂടെ അപ്ലൈ ചെയ്തിട്ട് ജമ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ജമ്പ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ പോയിൻ്റ് തന്നെയാണോ നോക്കി ചെയ്യണം. കാരണം ജമ്പർ വയർ അല്ലാതെ റെസിസ്റ്ററോ അല്ലെങ്കിൽ മറ്റു വല്ല കമ്പോണൻസോ ഇതുപോലെ ഷോർട്ട് ചെയ്ത് കൊടുത്താൽ ബോർഡ് ഉറപ്പായിട്ടും ഷോർട്ടായിട്ട് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ആ ജമ്പർ വയർ പോയിൻ്റ് അതിൻ്റെ തൊട്ട് താഴെ തന്നെ വേറൊരു വയർ ഇട്ടിട്ട് ജമ്പ് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം. ഇത്തരത്തിലുള്ള എല്ലാ കംപ്ലയിൻറ്റുകളും ഈ പറഞ്ഞ പോലെ ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യാത്ത ജമ്പർ വയർ പോയതുകൊണ്ടോ അല്ലെങ്കിൽ LED പോയതുകൊണ്ടോ ആയിരിക്കില്ല. ചില കപ്പാസിറ്ററുകൾ ബൾജാവുക, അതായത് സപ്ലൈ കൊടുക്കുന്ന ഈ LEDക്ക് സപ്ലൈ കൊടുക്കുന്ന കപ്പാസിറ്റർ ബൾജാവുക, അതും അല്ലെങ്കിൽ LED വയറുകൾ എവിടെയെങ്കിലും ഷോർട്ടായിട്ട് ബേണായി പോവുക, കട്ടായി പോവുക, അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ജമ്പർ വയർ മാത്രമാണ് പോയി കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നത് നമ്മൾ ആദ്യം. നമുക്ക് ഈ മോഡൽ മുമ്പും ഇതുപോലെ കംപ്ലയിൻറ്റ്സുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു ഉറപ്പായിട്ട് തന്നെ ഇത് മാറ്റി നോക്കുന്നത്. അപ്പോൾ എന്ത് കംപ്ലയിൻ്റാണ് നമ്മൾ ആദ്യം ചെയ്ത് നോക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മൾ അത് തന്നെയാണെന്ന് കൺഫേം ആക്കാൻ വേണ്ടി. ചിലപ്പോൾ ഇങ്ങനെ ചെയ്തെങ്കിൽ പോലും ചിലപ്പോൾ LED ലൈറ്റും പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഇത് ജമ്പ് ചെയ്തിട്ട് അവിടെ ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ LEDക്ക് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിൽക്കുകയാണ് നമ്മൾ ജമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അതേ പോയിന്റിൽ തന്നെ ട്രാക്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ലെഡ് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ വയർ ജമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും സ്ലീവ് ഇല്ലാത്ത വയർ വെച്ച് ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഏതെങ്കിലും കമ്പോണൻസിൽ തട്ടാനൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ ആ ജമ്പർ വയർ കണക്ട് ചെയ്തതിന് ശേഷം PCB ആ TVക്കകത്ത് വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോസിലൊക്കെ സാംസങ്ങിൻ്റെ ബോർഡിൽ മദർ ബോർഡിൽ നിന്ന് പവർ സപ്ലൈക്കുള്ള വയർ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ LED കണ്ടിന്യൂസ് കത്തി കിടക്കും, അതായത് ഓണായി കിടക്കും.
അങ്ങനെ ഒരു പ്രത്യേക സാംസങ്ങിൻ്റെ മോഡുകൾക്ക് ഉണ്ട്. നമ്മൾ വേറെ ഇൻപുട്ടൊന്നും വേറെ ബാക്ക് ലൈറ്റിൻ്റെ സിഗ്നൽ എനേബിൾ ചെയ്യാതെ തന്നെ LED കത്തി കിടക്കും. അതായത് ആ വയർ നമ്മൾ റിമൂവ് ചെയ്യണം. മെയിൻ ബോഡിക്കുള്ള ആ ഒരു പവർ കൊടുക്കുന്ന കേബിൾ റിമൂവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് ബാക്ക് ലൈറ്റ് ഓണായി കിടക്കും. അത് സാംസങ്ങിന് മാത്രമുള്ള ഒരു ഇതാണ്. പൊതുവേ സാംസങ്ങിനാണ് കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ AC കോഡ് കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ബാക്ക് ലൈറ്റ് കത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സൈഡിൽ കൂടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മളിതൊന്ന് പൊക്കി കാണിച്ചു തരാം. ബാക്ക് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. നമ്മൾ കൈ വെച്ച് നോക്കി അറിയാൻ പറ്റും അകത്ത് ലൈറ്റ് കത്തുന്നുണ്ട്. ശേഷം നമ്മൾ ആ TV ഒന്ന് പൊക്കി നോക്കുന്നുണ്ട്. എല്ലായിടത്തും ഒരുപോലെ എല്ലാ ലൈറ്റുകളും വർക്ക് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം LED ഒക്കെ പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. അപ്പോൾ ആ ഒരു കംപ്ലയിൻറ്റ് മാത്രമേ ഇതുണ്ടാകും. അതായത് ആ ഒരു ജമ്പർ വയർ പോയതുകൊണ്ട് ബേണായി പോയതുകൊണ്ട് അപ്പുറത്തോട്ട് കണക്ഷൻ സപ്ലൈ കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ പിക്ചർ കാണാതിരുന്നത്. അപ്പോൾ നമ്മളത് ആ ഒരു ജമ്പർ വയർ മാറ്റി വേറെ വയർ പ്ലേസ് ചെയ്തപ്പോൾ ആ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഒരിക്കലും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം നമ്മൾ അറിയുന്നവർ പോലും ചിലപ്പോൾ ഇത് ഡിസ്ചാർജ് ചെയ്യാതെയൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ കയ്യിലൊക്കെ ഷോക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇത് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അറിവിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ പലർക്കും സംശയം ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എല്ലാ ബാക്ക് ലൈറ്റ് ഈ പിക്ചർ കാണാത്തതും ബാക്ക് ലൈറ്റ് അല്ല, അതിന് ഇങ്ങനെ കംപ്ലയിൻറ്റുകൾ വരാറുണ്ട്. അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട് LED കംപ്ലയിൻ്റ് അല്ലെങ്കിൽ മാത്രം ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ LED പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ കംപ്ലയിൻറ്റ് പ്രൈമറി ചിലപ്പോൾ പറയുമായിരിക്കും. പിന്നെ നമ്മൾ ബോർഡാന്ന് പറയുമ്പോൾ ചിലർക്ക് ഡൗട്ട് തോന്നുമായിരിക്കും അതെങ്ങനെ ബോർഡായി എന്നൊക്കെ തോന്നുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരാറുണ്ടെന്നുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അത് ചില പവർ സപ്ലൈയുടെ കുറേ നാൾ വർക്ക് ചെയ്യുമ്പോഴും ഇതുപോലെ വരാറുണ്ട്. അല്ല വേറെ എന്തെങ്കിലും ഈ പല്ലി അതുപോലെ ചെറിയ ജീവികളൊക്കെ കയറിയിട്ട് ഷോർട്ടായിട്ടും വരാറുണ്ട്. അപ്പോൾ ഭൂരിഭാഗം ഒരു 80% വരാറുള്ളത് LED പോയത് കൊണ്ടാണ് വരാറുള്ളത്. പക്ഷേ ഇവിടെ LED പോയിട്ടില്ല. നല്ലൊരു ക്വാളിറ്റി നല്ലൊരു LED ലൈറ്റ് തന്നെയാണ് അതിനകത്ത് ഉപയോഗിക്കുന്നുള്ളത്. സാംസങ്ങിൻ്റെ ഈ മോഡൽ വളരെ നല്ലൊരു മോഡലാണ്. അതുകൊണ്ട് ഇത്രയും വർഷം LED കംപ്ലയിൻ്റ് അത് വർക്ക് ചെയ്തത്. അപ്പോൾ അതുപോലെ ഇത്തരത്തിൽ കംപ്ലയിൻറ്റ് നോട്ടീസ് ചെയ്യണ ഉറപ്പായിട്ട് നിങ്ങൾ ടെക്നീഷ്യനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെ കാണിക്കുക. അല്ലാതെ ഒരിക്കലും ഇത് സ്വയം റെക്ടിഫൈ ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്ത് ചിലപ്പോൾ ഇതല്ല കംപ്ലയിൻ്റ് എങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വേറെ എന്തെങ്കിലും പാർട്സുകളൊക്കെ കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളത് മൊത്തം കംപ്ലീറ്റ് അത് ഫിക്സ് ചെയ്തതിന് ശേഷം എല്ലാം പൊടിയൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ശേഷമാണ് നമ്മൾ ബാക്ക് കവർ ക്ലോസ് ചെയ്തിട്ട് TV മൊത്തമായിട്ട് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ TVക്കകത്ത് ഇത്തരത്തിൽ ഒരുപാട് പൊടി ഉണ്ടാകും കുറേ നാൾ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ബാക്ക് കവർ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് വേറെ പാർട്സുകളോ അല്ലെങ്കിൽ ഡിസ്പ്ലേയിലോ അല്ലെങ്കിൽ അതിൻ്റെ കമ്പോണൻസിലൊന്നും വേറെ കൊറോഷനോ അല്ലെങ്കിൽ പൊടിയോ കാര്യങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ അവിടെ ഒന്ന് ചെക്ക് ചെയ്തത്. ജസ്റ്റ് ആ പാനൽ സൈഡിലൂടെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് വേറെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് അവിടെ കാണാൻ പിക്ചർ നല്ല അടിപൊളിയായിട്ടുള്ള പിക്ചർ തന്നെയാണ്. സാംസങ്ങിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് TV എന്ന് തന്നെ പറയാം. 8 വർഷത്തിന് മുമ്പ് ഇറങ്ങിയ മോഡലാണ്. ഇപ്പോഴത്തെ TVനെ കമ്പയർ എന്തുകൊണ്ടും എത്രയോ ഇരട്ടി ലൈഫ് ഈ TVക്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ TVകളുണ്ട് മാക്സിമം കളയാതെ അതിൻ്റെ മാക്സിമം ലൈഫ് വരെ ഉപയോഗിക്കുക. അതൊരു സജഷനാണ്. കാരണം ഇപ്പോഴത്തെ സാംസങ്ങിൻ്റെ നിങ്ങൾക്ക് അറിയായിരിക്കും ഒരുപാട് ആൾക്കാർ വാങ്ങിച്ച് കംപ്ലയിൻ്റൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.